നമസ്കാരം, ഞാൻ ഹീലർ ആയിഷ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വയറ്റിലുണ്ടാവുന്ന അസിഡിറ്റി എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്. സ്ഥിരമായിട്ട് നമ്മളുടെ എല്ലാ പ്രായക്കാരിലും ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അസിഡിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കാറുള്ള ഒരു രോഗാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കൾ മുതൽ പ്രായമായ ആളുകൾ വരെ റാൻഡാക്ക് പോലുള്ള മരുന്നുകൾ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ അസിഡിറ്റി ഉണ്ടാവുന്നത്, നമുക്കിതെങ്ങനെ നിയന്ത്രിക്കാം, എന്താണ് ഇതിന് കാരണം, നമുക്ക് ഇത് ഏത് മാർഗത്തിലൂടെയാണ് പരിഹരിക്കുന്നത് നന്നാവുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ നമുക്ക് ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളുമായിട്ട് ബന്ധപ്പെട്ട് നെഞ്ചെരിച്ചിൽ എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിൽ നിലനിൽക്കുന്ന ചില മിഥ്യാധാരണകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നു എന്നുള്ള ഒരു ധാരണ നമ്മളിൽ നിലനിൽക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ചില പ്രത്യേകതരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള വിഷയങ്ങൾ. ഓക്കെ, ചില പ്രത്യേക കിഴങ്ങ് വർഗ്ഗങ്ങൾ, പരിപ്പുകൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവുന്നു എന്നുള്ളൊരു ധാരണ. പിന്നെ മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും, ഗ്യാസ് കയറും എന്ന് പറയുന്നൊരവസ്ഥ. ഈ മൂന്ന് തരത്തിലുള്ള അവസ്ഥകളുണ്ട്. മൂന്നാമത്തെ അവസ്ഥ കുറച്ചുകൂടെ ജെനുവിനാണ്, അത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ അസിഡിറ്റി എന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മരുന്ന് കഴിക്കുകയും അത് സ്ഥിരമായിട്ട് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ പൊതുവെ കാണുന്നത്. അപ്പോൾ ഈ അസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ ചെറിയ പ്രായം മുതൽ വലിയ ആളുകൾ വരെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നെഞ്ചെരിച്ചിലാണ്. അപ്പോൾ നെഞ്ച് നമുക്ക് ഭക്ഷണം കഴിച്ച് ഒരു 1 hour കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അസ്വസ്ഥതയാണ്. മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ആളുകളോട് പ്രോപ്പറായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ടോട്ടലി അതൊന്നും പ്രോപ്പറായിട്ട് ഒന്ന് മാറി വരാൻ ഒരു 2 hours ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന അവസ്ഥ, ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിലൊക്കെ പുകയുന്ന അവസ്ഥ. അതുപോലെ തന്നെ അത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ അത് ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്. അപ്പോൾ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പുറമേ തന്നെ നമ്മൾ ഈ മരുന്നുകളെല്ലാം സാധാരണഗതിയിൽ കഴിക്കാറുള്ളത്. അങ്ങനെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്നത് സത്യമാണ്. അസിഡിറ്റി ഉണ്ടാവും, അതിൽ മിഥ്യാധാരണകളൊന്നുമില്ല. കാരണം ഓൾറെഡി ഭക്ഷണം കഴിക്കുകയാണ്, അതിനോടൊപ്പം വെള്ളവും നമ്മളുടെ ഈ ഗുളികയും എല്ലാം ചേർന്നിട്ടാണ് കഴിക്കുന്നത്. അവിടെ എന്തായാലും അസിഡിറ്റി ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ചില പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നത് അതൊരു മിഥ്യാധാരണയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അത് കോമൺ അല്ല. ഇപ്പോൾ ഒരാൾക്ക് പരിപ്പാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരാൾക്കത് കോളിഫ്ലവർ ആയിരിക്കും, മറ്റൊരാൾക്കത് പൊട്ടറ്റോ ആയിരിക്കും, മറ്റൊരാൾക്കത് എന്താ പറയുക സോയാബീൻ ആയിരിക്കാം, അത് ചിലർക്കത് പയറ് കഴിക്കുമ്പോഴായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള, അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലാത്ത ചില ഭക്ഷണ സംഗതികളുണ്ട്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് വിരുദ്ധമായിട്ട് തോന്നുന്ന ചില ആഹാരങ്ങൾ, അത് കഴിക്കുമ്പോൾ അവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട് പൊതുവേ തന്നെ. അതല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അസിഡിറ്റി ഫോം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിന് പിന്നാമ്പുറത്തിന് കാരണങ്ങൾ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നുള്ളതാണ് കുഞ്ഞുമക്കളിലുള്ളത്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള മിഥ്യാധാരണയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന് എന്താണ് കാരണം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളൊരു മിക്സി
സങ്കല്പിക്കുക. നമ്മളുടെ ആമാശയത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണം ദഹനം നടക്കുന്ന അറയെ ഒരു മിക്സിയുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിയായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളുടെ മിക്സി എത്ര വർഷം കൂടുമ്പോഴാണ് മാറ്റുക? മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് മിക്സി ആണെങ്കിൽ ഒരു 4-5 ഇയേഴ്സ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്സും കംപ്ലൈൻ്റായി നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കുറേ കൂടെ നിൽക്കും. അപ്പോൾ ഈ മിക്സി എന്ന് പറയുന്ന സംഗതിയുടെ ധർമ്മം എന്താണ്? നമ്മളെ ഭക്ഷണ സംഗതികളെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെയൊക്കെ അരച്ച് നല്ല കുഴമ്പ് പരുവത്തിലോ അല്ലെങ്കിൽ പൗഡർ ഫോമിലേക്ക് നമുക്ക് മാറ്റിത്തരുന്ന ഒരു പ്രക്രിയയാണ് മിക്സിയിൽ നടക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ആമാശയത്തിൽ നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ആമാശയം ചില പ്രത്യേക സങ്കോച വികാസങ്ങളിലൂടെ ആ ഭക്ഷണത്തിനെ ദഹിപ്പിച്ച്, അതായത് ആ ഭക്ഷണത്തിന് വിഘടനം സംഭവിച്ചിട്ട് അതിനെ പലതരം ഫ്രാക്ഷൻസ് ആക്കിയിട്ട് മാറ്റി നമ്മളെ ശരീരത്തിലെ പലതരം എൻസൈംസുകൾക്കുമായിട്ട് ചേർന്നിട്ട് അതിന് ആവശ്യമായ രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതായത് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആമാശയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ അറിയാൻ പറ്റും, നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം ഫീൽ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പൂരി കഴിക്കുമ്പോൾ അതിരാവിലെ പൂരി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മയക്കം ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മറ്റെന്തെങ്കിലും എണ്ണയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മയക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബിരിയാണി കുറച്ച് ഹെവിയാണ്, പൂരി കുറച്ച് ഹെവിയാണ്, എണ്ണ ആയതുകൊണ്ടാണ് നമുക്ക് മയക്കം വരുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ വേറെ എവിടെയും ഒരു ലാബ് ടെസ്റ്റുകളുടെയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയത്തിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി. മിക്സിയിൽ നടക്കുന്ന വർക്കിങ് എന്താണ്? അത് നമ്മൾ ഭക്ഷണ സാധനം അരച്ച് തരുന്നു. ഇനി ആ ഭക്ഷണ സാധനം അതേ പ്രൊസീജിയർ തന്നെ നമ്മളെ ആമാശയം അരച്ച് തരുന്നു. ആമാശയം പ്രോപ്പറായിട്ട് അരച്ച് തരുന്നു. ഓക്കെ, ഇത് രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്ന് വയ്ക്കുക. രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, ആ ഭക്ഷണം അയാൾ കഴിച്ചു. ആ ഭക്ഷണം അയാൾക്ക് ദഹിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് അത് ദഹിച്ചിട്ടില്ല. ഒരു 12 മണി 12:30 ആയിട്ടും അയാൾക്ക് ദഹിച്ചിട്ടില്ല. ആ ഭക്ഷണം ദഹിച്ച് തീരുന്നതിന് മുന്നേ തന്നെ അയാൾ 11 മണിക്കൊരു ചായയും കടിയും കഴിക്കുന്നു. ഒരു ചെറിയൊരു പരവേശം തോന്നിയപ്പോൾ തന്നെ അയാൾ ചെറിയൊരു ചായയും കടിയും കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അയാൾ ഓൾറെഡി രാവിലെ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല, തീർന്നിട്ടില്ല, അതവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശപ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ ദഹനം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിയായിട്ട് വിശക്കും, നല്ല രീതിയിൽ വിശക്കും, നമുക്ക് പ്രത്യേകം ഫീൽ ചെയ്യും. അപ്പോൾ 11 മണിക്ക് അടുത്ത ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഫുഡും അവിടെ ദഹനത്തിൻ്റെ പ്രോസസ്സിലാണ്. അപ്പം നമുക്ക് 12:30 1 മണിയായി നമുക്ക് കഴിക്കാനുള്ള ചിലപ്പോൾ നമ്മളൊരു ജോലി സാഹചര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലായിരിക്കാം. അവർക്ക് ആ ടൈമിലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വിശപ്പ് സെറ്റായിട്ടില്ല. അവരെന്ത് ചെയ്യും? ആ അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ വീണ്ടും ഇൻടേക്ക് ചെയ്യും, കഴിക്കും. അങ്ങനെ കഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓൾറെഡി അതായത് ഭക്ഷണം മിക്സ് ചെയ്യപ്പെട്ട ഭക്ഷണവും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന വേവിച്ച ഭക്ഷണവും തമ്മിൽ, വേവിച്ചതും നമ്മൾ ഓൾറെഡി ദഹനം പകുതിയോളം പൂർത്തിയായ ഭക്ഷണവുമായിട്ട് ചേർന്ന് ഒരു മിക്സിങ് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റതിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അവിടെ നൊരയും പതയും ഒക്കെ വന്നിട്ട് നമുക്ക് അതൊരു ഗ്യാസ് അസിഡിറ്റി ഫോമിലേക്ക് നമുക്കത് പുറത്തേക്ക് വരുന്നു. ചില വ്യക്തികളിലാണെങ്കിൽ അത് ഡയറക്റ്റ് നമുക്കൊരു ഇൻഡസ്ട്രെയിൻ, അതായത് നമുക്കൊരു കീഴ്വായു എന്ന നിലയിൽ ചില ആളുകൾക്ക് അങ്ങനെ പോവും. പക്ഷെ കൂടുതൽ ആളുകൾക്കും ഉണ്ടാവാറുള്ളത് ഏമ്പക്കം പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉള്ളിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ചായയോ വെള്ളമോ ഒക്കെ നന്നായിട്ട് കുടിക്കാറുണ്ട്.
ഈ ചായയും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മളെ ഭക്ഷണത്തിന് ദഹനത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആമാശയം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ആ ഒരു അവയവം നമ്മൾ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഹൈ ലെവലിൽ വർക്ക് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നൊരു പണിത്തിരക്കിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആയുർവേദ വിധിപ്രകാരവും അക്യുപഞ്ചർ വിധിപ്രകാരവും ഒക്കെ പറഞ്ഞത് സ്റ്റൊമക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അത് നമ്മളെ എല്ലാ സിസ്റ്റത്തിനെയും പൊതുവെ ബാധിക്കാറുണ്ട്. അപ്പോൾ സ്റ്റൊമക്ക് അതായത് അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ നമ്മളുടെ ദഹനം പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ നമ്മളുടെ സ്റ്റൊമക്കിനകത്ത് ഒരു പ്രത്യേക തരം ദഹനരസങ്ങളും അഗ്നിയും, അതായത് ഭയങ്കര നല്ല ഹീറ്റായിട്ടായിരിക്കും ആ സാധനത്തിനെ നല്ല രീതിയിൽ അതിനെ അരച്ച് ആ ദഹനം പൂർത്തീകരിച്ച് അതിനെ പുറത്തേക്ക് തള്ളി ചെറുകുടലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരീരം റെഡിയായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ചായയോ വെള്ളമോ ഒക്കെ കുടിച്ചിട്ട് എന്താ പറയുക, നമ്മളുടെ ദഹനത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അവിടെ ഞാനതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെങ്ങനെയാണ് ഇത് പറയുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ദഹനം അവിടെ ഡിസ്ട്രപ്റ്റ് ആവുകയും കുറച്ചുകൂടെ വീണ്ടും ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ദഹനം നടക്കുന്ന ഒരു സമയത്തിലേക്ക് ആമാശയം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോഴും നമ്മളെ ദഹനം ഒരുപാട് വൈകി നടക്കാറുള്ളൂ. അപ്പോൾ അത് മറ്റ് രോഗങ്ങൾ ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ അത് റിക്കവർ ചെയ്യാനും ഓൾറെഡി മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കമ്പാരിസൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഒരു മിക്സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വെള്ളം ആദ്യം ഒഴിക്കില്ലല്ലോ. അതായത് നമുക്കിപ്പോൾ അല്പം തേങ്ങ അരച്ചെടുക്കണമെങ്കിൽ നമ്മൾ ആ തേങ്ങ തുളുമ്പി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ലല്ലോ. അപ്പോൾ ആ തേങ്ങ മുഴുവൻ അരച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം ലെവലിലെ വെള്ളം അതിനകത്ത് ഒഴിക്കുകയുള്ളൂ. വൺസ് ആ തേങ്ങ നല്ല രീതിയിൽ അരഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ കൂടുതൽ വെള്ളം ആഡ് ചെയ്യുള്ളൂ. കാരണം അത് അരയൂല, കാരണം അത് ആ തേങ്ങ പോലെ തന്നെ അതിൽ കിടക്കും എന്ന് നമുക്കറിയാം. എന്നതുപോലെ തന്നെ നമ്മൾ ആമാശയത്തിലേക്ക് വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദഹനം പൂർത്തിയാവില്ല. ദഹനത്തിന് അത് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളിൽ ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാകും. 100% അങ്ങനെ കാരണമാകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അത് ഡൈജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം വെള്ളം കുടിക്കാതിരിക്കുക. എസ്പെഷ്യലി തണുത്ത വെള്ളങ്ങൾ ഒട്ടും കുടിക്കാതിരിക്കുക. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാം. അതല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ശേഷം വേണമെങ്കിൽ ഒരല്പം വെള്ളം കുടിക്കാം. അത് എന്താ പറയുക, അത്യാവശ്യം എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ആളുകൾ ചോദിക്കും എന്താണ് നമുക്ക് വെള്ളം ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറങ്ങി പോകണ്ടേ? ഇതൊക്കെ നമ്മളുടെ കാലങ്ങളായിട്ടുള്ള ശീലങ്ങളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളുടെ അസുഖങ്ങൾ മാറാത്തത്. അപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ, അതായത് ഒരു നേരം 5 ടൈപ്പിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾ ഈ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പമുള്ള വെള്ളവും കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഈ 5 മരുന്നുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു 2 ഗ്ലാസ് വെള്ളവും വേറെ കുടിച്ച്, എന്നിട്ട് ആ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ മരുന്നും, അതായത് റാൻഡാക്ക് പോലെ നിരോധിച്ചിട്ടുള്ള ക്യാൻസറിന് കാരണമാകുന്ന ഈ വേറൊരു മരുന്ന് കൂടെ അഡീഷണലായിട്ട് ഇവർ കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്ന സംഗതി. ഇനി അൾസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അൾസർ എന്ന് പറഞ്ഞാൽ ഒരു രോഗം ആമാശയത്തെ ബാധിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു കൂടിയ അവസ്ഥയാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഇതുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടാൻ പറ്റില്ല. കാരണം ഈ കാലങ്ങളായിട്ട് അൾസർ സൂക്ഷിക്കുന്ന ആളുകളിലൊക്കെയാണ് ക്രോണിക് ആയിട്ടുള്ള ക്യാൻസറും അത് 4th സ്റ്റേജിലൊക്കെ അറിയുന്നൊരവസ്ഥകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് വേറൊരു ടോപ്പിക്കാണ്, നമുക്കിപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടീനേജേഴ്സിലും സ്കൂളിൽ പോകുന്ന കുട്ടികളിലും അതുപോലെ തന്നെ കൗമാരപ്രായക്കാരിലും ജോലി ചെയ്യുന്ന ആളുകളിലും എല്ലാം അവർ അനുഭവിക്കുന്ന, അതായത് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഫുഡ് എങ്ങനെയെങ്കിലുമൊക്കെ ശരീരത്തിൽ ചെല്ലുമ്പോൾ
സംഭവിക്കുന്ന സ്ഥിരമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ് ട്രബിൾ അതല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു മരുന്നും കഴിക്കേണ്ട, പ്രത്യേകിച്ചൊരു ഏലാതി മരുന്നോ അല്ലെങ്കിൽ ഒരു സാധനത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ശരീരത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് അതിൻ്റെ രാജാക്കന്മാർ. അപ്പോൾ നമ്മൾ വേറെ ഒന്നിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റൂട്ട് കോസിൻ്റെ കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിനോടൊപ്പം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക, ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിക്കുക. നമുക്ക് എവിടെ നിന്നാണ് ആ ഭക്ഷണം കിട്ടിയത് ആ ഭക്ഷണത്തിനോട് താങ്ക്ഫുള്ളായിരിക്കുക. അത് ദൈവത്തിനോടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അത് നൽകിയ വ്യക്തിയോട്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ആ സാധനം കഴിക്കുമ്പോൾ നമുക്കതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ സംഗതി, ടി വി നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് നമ്മൾ ടി വി നോക്കി കഴിക്കുമ്പോൾ നമ്മളെ വിശപ്പിൽ കൂടുതൽ നമ്മൾ കഴിക്കും. അതൊരു ഹാബിറ്റ്, വേറൊരു ബാഡ് ഹാബിറ്റ് കൂടെയാണത്. സ്നാക്സുകളൊക്കെ ടി വി നോക്കി കഴിക്കുക. സ്നാക്സ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ വിശപ്പില്ലാത്ത സമയത്താണ് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ തന്നെയും ടി വി നോക്കി കഴിക്കുമ്പോൾ ഓവറായിട്ട് കഴിക്കും. അപ്പോൾ അത് നമ്മളെ ശരീരത്തിനകത്ത് അൺനെസസറിയാണ്. അതായത് രോഗങ്ങളെ അത് വിളിച്ചു വരുത്തും. അതായത് ബോഡിയിൽ അത്ര അത്യാവശ്യം ഫാറ്റ് ആവശ്യം വേണ്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ രോഗത്തിനെ വിളിച്ചു വരുത്തും. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കഴിക്കുന്ന, അതായത് ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് കംപ്ലീറ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളെ ടൈം സെറ്റ് ചെയ്യുക. 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾക്ക് 12:30 വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് 8 മണിക്കാക്കുക. അങ്ങനെ 8 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 മണിയാകുമ്പോൾ നല്ല രീതിയിൽ വിശക്കും. എന്താണ് ഈ വിശപ്പെന്ന് പറയുന്നത്? വിശപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആർക്കും അത്ര പെട്ടെന്ന് തിരിയുന്ന സാധനമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശപ്പെന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വിശക്കാൻ കാത്തിരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒരു വീടുകളിൽ നമുക്ക് അങ്ങനെ അത്ര പണ്ടത്തെ പോലെയുള്ള ഒരു ദാരിദ്ര്യമായ ഒരു അവസ്ഥകളൊന്നും ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഭക്ഷണത്തിൻ്റെ കേസിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഓവറായാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഭക്ഷണം ഇല്ലാത്തൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശപ്പും അതുപോലെ ഉണ്ടാവാറില്ല. എല്ലാ വിഭവങ്ങളും എല്ലാ സംഗതികളും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴും കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല വിശപ്പെന്ന് പറയുന്നത്. വിശപ്പെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്, നമുക്ക് അത് ആ ഒരു ഭക്ഷണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുകയാണ്. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു 12:30 ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് അത്രത്തോളം വിശപ്പുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊന്നും എക്സ്ട്രാ അഡീഷണലി ഒന്നും അങ്ങനെ അൺനെസസറി ആയിട്ട് കുറേ ഒന്നും കഴിക്കില്ല. അങ്ങനെ കഴിക്കുമ്പോൾ, കാരണം നമ്മൾ എന്തെങ്കിലും ഹറിബറിയിലൊക്കെ കഴിച്ചു പോകുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ വിശക്കും. ആ സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ വായിൽ കപ്പലോടും എന്ന് പറയും. കപ്പലോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ദഹനരസങ്ങളൊക്കെ ഓടി നമ്മുടെ വായിലെത്തും. ആ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ എന്താണോ വേണ്ടത് ആ സാധനങ്ങൾ നമ്മളെ വായിൽ വന്ന് നിറയും. അപ്പോൾ ആ സാധനമാണ് നമ്മളുടെ ശരീരത്തിൽ ഓരോ നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഈ സാധനം ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, കുട്ടികളാണെങ്കിൽ തന്നെയും അവർ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അതിന് പകരമായിട്ട് വൈകുന്നേരം എന്തെങ്കിലും 4 മണി സ്കൂൾ വിടുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് കഴിക്കും കൂട്ടുകാരായിട്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വീടുകളിലാണെങ്കിൽ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ കഴിക്കുകയുള്ളൂ. അപ്പോഴേക്കും അവരുടെ ദഹനവും എല്ലാ സാധനവും വിശപ്പും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ ചോറ് കളയണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം അധികം ആയല്ലോ, ഞാൻ ഉണ്ടാക്കിയല്ലോ എന്നും പറഞ്ഞിട്ട് അവർ 3 മണിക്ക് ഇരുന്ന് കഴിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനത്തെ ഒരു സാധനം ചെല്ലുന്നുണ്ട്. അത് നമുക്ക് അസിഡിറ്റി ഫോം ചെയ്യും, വേറെ ഒരുപാട് അസുഖങ്ങൾ അത് വിളിച്ചു വരുത്തുകയും ചെയ്യും. അപ്പം നമ്മളുടെ ബോഡിയുടെ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച്, ബോഡിയുടെ റിക്വയർമെൻറ്റ് എപ്പോഴാണോ വേണ്ടത്
ഭക്ഷണം എപ്പോഴാണോ ശരീരത്തിന് വേണ്ടത് അപ്പോഴാണ് നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നീഡ് അനുസരിച്ചിട്ടല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക, TV കാണാതെ ഭക്ഷണം കഴിക്കുക, വെള്ളം അതിനോടൊപ്പം കഴിക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് വിശപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം അടുത്തത് കഴിക്കുക. അതല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ 2 കാര്യങ്ങളും പഠിച്ചു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കി, എങ്ങനെ നമുക്കിത് ക്ലിയർ ചെയ്യാമെന്നുള്ള സൊല്യൂഷൻ കൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അസിഡിറ്റി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. എസ്പെഷ്യലി എരിവോ പുളിയോ ഉള്ളതൊന്നും കഴിക്കാതിരിക്കുക. ഇത് അസിഡിറ്റി സ്ഥിരമായിട്ടുള്ള ആളുകളിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ രുചികൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും അവർക്ക്. അപ്പം അതുകൊണ്ട് അത് ഭക്ഷണം ആ സെക്കൻഡ് മുതൽ ഒഴിവാക്കുക. അത് എത്രത്തോളം ഭക്ഷണം വെള്ളം ഒഴിവാക്കാമോ അത്രയും അത് പെട്ടെന്ന് ക്യൂറാവും. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കരുത്. അസിഡിറ്റി ഉള്ള സമയത്ത് അത് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത് ഓൾറെഡി അത് എന്തോ വിധത്തിൽ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. ആ ദഹനം അസ്വസ്ഥപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പൂർത്തിയാകുന്നത് വരെ, അതായത് ആ പ്രശ്നം മാറുന്നത് വരെ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക. അതായത് നമ്മൾ ഈവൻ ജ്യൂസ് പോലും കുടിക്കാതിരിക്കുക. അങ്ങനെ കഴിച്ചാൽ, അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംഗതികൾ മാറുള്ളൂ. പിന്നെ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ വേറെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെ കാണാറുണ്ട്. അതായത് അവർക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാവും, അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അവർക്ക് അത് ക്യൂർ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ഓൾറെഡി വയറ് പ്രശ്നമായതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാതെ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ പീരീഡ്സും വളരെയധികം ഇറഗുലറായിരിക്കും. അപ്പോൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം മറ്റു സംഗതികളും ക്ലിയർ ആക്കാവുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, വയറ് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസിഡിറ്റി വൺസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് മരുന്നുകൾ കഴിക്കാതിരിക്കുക. ഒന്നാമത്തെ ഭക്ഷണം, വെള്ളം ഒന്നും ഉള്ളിലേക്ക് കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ സംഗതി ഈവൻ ഫ്രൂട്ട്സ് പോലും. രണ്ടാമത്തെ സംഗതി അത് കംപ്ലീറ്റ് മാറിയതിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുക. കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് വിശപ്പ് തുടങ്ങും. നല്ലോണം വിശപ്പായതിന് ശേഷമേ അടുത്ത ഭക്ഷണം കഴിക്കാവുള്ളൂ. എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് മാറില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ് എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അസിഡിറ്റി മാറാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണെങ്കിൽ അക്യുപഞ്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുക. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ള സംഗതികൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളിലും ഇതിനു വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന മുതിർന്ന ആളുകളിലൊക്കെ നിങ്ങളിതിനെപ്പറ്റി കാര്യങ്ങൾ പറയുക. മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ഈ 5 തരത്തിലുള്ള മരുന്നുകളും അവരുടെ ആ വെള്ളവും ഇതെല്ലാം തന്നെ ഓൾറെഡി ശരീരത്തിന് ഹെവിയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ആ മരുന്നുകൾ കഴിക്കുന്നത്. മരുന്നുകൾ കഴിക്കുന്നവർക്ക് പിന്നെ അത് മറ്റൊരു മരുന്ന് കൊണ്ട് തന്നെയാണ് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക. പിന്നെ മരുന്ന് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിഡിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മരുന്ന് പരിഹാരമല്ല. കാരണം അത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൂടുതൽ ക്യാൻസറിന് കാരണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മരുന്നുകൾ നിയന്ത്രിച്ചിട്ടുള്ളത്. 4-5 വർഷം മുമ്പ് തന്നെ അത് നിയന്ത്രിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം മരുന്നുകൾ കഴിക്കാതിരിക്കുക. രണ്ടാമത്തെ സംഗതി, ഈ നമ്മളെ ഭക്ഷണവും ഇത്രയും മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇവർക്ക് അസിഡിറ്റി സ്റ്റാർട്ട് ചെയ്യും. ചെയ്യേണ്ട സംഗതികൾ ഇതാണ്. മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഈ അസിഡിറ്റി വരുന്നത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ അടുത്ത ഫുഡ് കഴിക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
ഓക്കെ, എന്നാൽ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.